വിദ്വജ്ജനങ്ങളെ, മുന്നിലിരിക്കുന്ന എല്ലാ നല്ലവരായ നമ്മുടെ നാട്ടുകാരെ, എവിടുന്ന് തുടങ്ങണം, എന്തു പറയണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു നല്ല കച്ചേരി കേട്ടിട്ട് കിട്ടാത്ത ഒരു അനുഭവമാണ് ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രിയപ്പെട്ട അനിൽകുമാർ അദ്ദേഹമാണെങ്കിലും, ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയ ഡോക്ടർ എൻ സുനിൽ സാറാണെങ്കിലും, അതുപോലെ തന്നെ ഡോക്ടർ ഖാദർ മാങ്കാട് സാർ ആണെങ്കിലും, അതുപോലെ പ്രൊഫസർ രത്നാകര മുല സാറാണെങ്കിലും, ശരിക്കും പറഞ്ഞ ഒരു ഉൾക്കാഴ്ചയിലേക്കാണ് എന്നെ അവരെല്ലാവരും കൊണ്ടുപോയത്. ഞാൻ പറയുന്ന കാര്യം സത്യം തന്നെയാണ്. ഒരു കച്ചേരിയിൽ കിട്ടാത്ത എന്തോ ഒരു, ഏത് പദത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. എന്നെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുത്തിയത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രഭാകര കുഞ്ചാറു അദ്ദേഹമാണ്. എന്ന് ഞാൻ ഇവിടെ എത്തിയോ അന്ന് എന്തോ എനിക്കറിയില്ല, ഈ ഡോക്ടറുമായിട്ട് ഒരു ആത്മബന്ധം, അത് എത്രയോ വർഷം പഴക്കമുള്ളതുപോലെ അത് കഴിഞ്ഞു. സാറിൻ്റെ അച്ഛനെ കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ഒരു മുത്തച്ഛനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പരിഗണിക്കുന്നത്. ഒരു വിഷയത്തിലും ഞാൻ പ്രാഗൽഭ്യം ഉള്ള ആളല്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ, എൻ്റെ ഉൾമനസ്സിൽ, സാറുമാർക്ക് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നടത്തവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എല്ലാം എൻ്റെ ഉൾക്കണ്ണിലും എൻ്റെ ഹൃദയത്തിലും സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. ഒരു പ്രാതസ്മരണീയനെ പോലെ ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. നമ്മുടെ സ്ഥാപനം ഇപ്പോൾ 25ാമത് വർഷം പൂർത്തിയാക്കി. ഈ സ്ഥാപനം 25ാമത് വർഷം പൂർത്തീകരിക്കുന്നു. അപ്പോൾ എന്തൊന്നില്ലാത്ത, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കണ്ണിൻ്റെ കാര്യം, എനിക്കും അത് തന്നെയായിരുന്നു. കണ്ണിന് പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലായത് ഒരുപാട് വൈകിട്ടാണ്. പക്ഷേ അതിനു മുമ്പ് 2-3 ഡോക്ടറെ അടുത്ത് പോയി പരിശീലിപ്പിച്ചു. നടക്കുമ്പോൾ സ്റ്റെപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് കാല് വെച്ചാൽ അവിടെ സ്റ്റെപ്പ് ഉണ്ടാവില്ല. സ്റ്റെപ്പ് ഇല്ല എന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റെപ്പ് ഉണ്ടാവും. എന്തോ ഭഗവാൻ സഹായിച്ച് വീഴാതെ നിന്നത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ്. അവസാനം പ്രഭാകര ഏട്ടനാണ് ഇവിടെ എന്നെ എത്തിക്കുകയും വളരെ ഭംഗിയായിട്ട് ഉള്ള കാഴ്ചയെ നല്ല രീതിയിൽ എനിക്ക് തിരിച്ചു തന്ന ഡോക്ടറാണ്. എന്നും ഓർക്കാറുണ്ട്. പിന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പ്രഭാകരൻ മാഷുണ്ടെങ്കിൽ ഞാനും ഉണ്ടായിട്ടുമുണ്ട്. അത് ഏറെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും നല്ല ഒരു പ്രഭാതത്തിൽ ഇവിടെ സംഗീതത്തിന് എന്ത് പ്രസക്തിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ ഭാരതീയ കലകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ നൽകിക്കൊണ്ടാണ് നമ്മുടെ കൗമുദി ഗ്രാമീണ നേത്രാലയം മുന്നോട്ട് പോകുന്നത്. അത് ഇതിൻ്റെ മുമ്പത്തെ ചരിത്രം പരിശീലിച്ചാൽ നമുക്കെല്ലാവർക്കും
മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നല്ലവരായ ഇവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പക്ഷെ വരുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഈ സന്തോഷം കൊണ്ട്. ഒരു വർഷമായി ഞാൻ വല്ലാത്ത ഒരു കണ്ടീഷനിലായിരുന്നു. ഈ ഭാരമൊക്കെ കഴിഞ്ഞ 8-ാം തീയതി ആകുമ്പോഴത്തേക്കും ഒന്ന് ഇറക്കി വെച്ചു. പക്ഷേ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ എൻ്റെ തലയിലുണ്ട്. അപ്പോൾ ഈ ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ഇത്രയും വലിയ ഭാരമാണ് ചുമന്നിരുന്നത് എന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടിലുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പം കിടക്കണം, അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എന്നെ ഒന്ന് പൊടി തട്ടിയിട്ട് ഞാനാക്കിയ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. ശരിക്കും പറഞ്ഞാൽ ഈ വിദ്വത് ജനങ്ങൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നുമല്ല. ഇനിയും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തിയും ഒരു ഊർജവും ഈ മാനുഷം പരിപാടി കാരണം, നീലകണ്ഠ സാറിൻ്റെ അനുഗ്രഹം കാരണം, ഇത്രയും നല്ല വിശിഷ്ടാതിഥികൾ ഇവിടെ സംസാരിച്ചത് കാരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം